ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഒരു നോമ്പ് തുറ ബീച്ചിലിരുന്നിട്ടാണ്. ഇത് ഏത് നോമ്പാണെന്ന് നിങ്ങൾ ആലോചിക്കുകയായിരിക്കും. ഈ റമദാൻ കഴിഞ്ഞിട്ടുള്ള ഈ മാസത്തിൽ എടുത്തിട്ടുള്ള ഒരു നോമ്പാണ്, സുന്നത്ത് നോമ്പാണ്. ആ സമയത്ത് എനിക്ക് നോമ്പ് തുറക്കാം, ബീച്ചിൽ പോയി തുറക്കണം എന്നുള്ള ഒരു ആഗ്രഹം. അങ്ങനെ ഞാനിതാ ബീച്ചിൽ വന്നു, ബാങ്ക് വിളിച്ചു, അങ്ങനെ നോമ്പൊക്കെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. മൊഹബത്ത് ക സർബത്തും ബ്രെഡ് പൊരിച്ചതൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ചില്ലടി നോമ്പ് തുറയാണ്. അപ്പോൾ അത് നിങ്ങളോടൊപ്പം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ബീച്ചിലിരുന്ന് നോമ്പ് തുറന്ന സമയത്ത് നല്ലൊരു വൈബാണ്. കാര്യം നമ്മൾ എപ്പോഴും അടഞ്ഞ് വീടിൻ്റെ ഉള്ളിൽ ഈ ചൂടത്ത് ഇങ്ങനെ ഇരുന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് അത് വേറെ ഒരു ഫീലാണ്. പക്ഷെ ബീച്ചിൽ വന്നിരുന്ന് നോമ്പ് തുറക്കാൻ എനിക്ക് ഇതെല്ലാം ആഗ്രഹം. ഫുൾ ഷീറ്റൊക്കെ വിരിച്ച് നല്ലൊരു പാർട്ടി വൈബിലിരുന്ന് ചെയ്യണമെന്നാണ്. പക്ഷെ നമ്മുടെ ശംഖുമുഖം ബീച്ചിലാണ്, അങ്ങനെയൊന്നും പറ്റൂല. ഒന്നാമത് കടൽ ഇങ്ങോട്ട് കയറി കിടക്കുകയാണ്. അത് കാരണം നമുക്ക് അവിടെ പോയി ഇങ്ങനെ മണ്ണിലൊന്നും ഇരിക്കാൻ പറ്റിയില്ല. പക്ഷെ അതിനേക്കാളും സൂപ്പറായിട്ട് ഞാനൊരു ബോട്ടിൽ കയറി ഇരുന്നിട്ടാണ് നോമ്പ് തുറന്നത്. അതാ ഇതുപോലെ ഒരു ബാഗിൽ 3 വെറൈറ്റി ജ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പൈനാപ്പിൾ ജ്യൂസ്, നാരങ്ങണ്ടി സർബത്തും പിന്നെ മൊഹബത്ത് ക സർബത്ത്. ചെറിയൊരു 1/2 ലിറ്ററിൻ്റെ ബോട്ടിൽ 3 പേർക്കും ഉള്ളത് കപ്പും കൂടി കൊണ്ടുവന്നു. അവിടെ നിന്ന് ചില്ലടിച്ച് വന്ന് നോമ്പൊക്കെ തുറന്നു. ഇതാ നല്ല ഇരുട്ടി വന്നിട്ടുണ്ട്, കടലൊക്കെ ഇങ്ങോട്ട് കയറി കിടക്കുകയാണ്. കരയൊന്നുമില്ല, ജസ്റ്റ് ഇറങ്ങിയാൽ ഭയങ്കര അപകടമാണ്. അപ്പോൾ അവിടുത്തെ സേഫ് ഗാർഡൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അവിടെ കാണൂല, അത് കഴിഞ്ഞാൽ നിങ്ങളെ വിധിയാണ് എന്ന് പറയാനായിട്ട് ഒരുപാട് പേര് പറയണ കേൾക്കാതെ അങ്ങോട്ട് പോകുന്നുണ്ടായി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വൈബും ഈ ഒരു വിശേഷം കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാം. മറ്റൊരു കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ, വീട്ടിൽ നിന്ന് ഒന്നു ചെയ്ത് ഇറങ്ങിയത് കൊണ്ട് തന്നെ വള്ളക്കടവ് എത്തിയ ഉടനെ തന്നെ ബാങ്ക് വിളിക്കുകയുണ്ടായി. ആ സമയത്ത് സ്കൂട്ടറിൽ നിന്ന് തന്നെ ഈത്തപ്പഴമിട്ട് വായിലിട്ടതിന് ശേഷം സ്കൂട്ടറിൽ നിന്ന് തന്നെ നിസ്കരിച്ചു. അപ്പോൾ അതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതുവരെയും സ്കൂട്ടറിൽ ഇരുന്ന് നിസ്കരിച്ചിട്ടില്ല, കാറിലൊക്കെ ഇരുന്ന് നിസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു സൂപ്പർ വൈബായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ ഇവിടെ ഇരുന്ന് എല്ലാം കഴിച്ച് റിലാക്സ് ആയിട്ട് ഒരു 10-15 മിനിറ്റ് ഇരുന്നതിന് ശേഷം ഇനി മുകളിലോട്ട് ഐസ്ക്രീം കുടിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ശംഖുമുഖത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിരം നമ്മൾ കുടിക്കാനുള്ള ഒരു സ്ഥലമാണ്. ഐസ്ക്രീം കുടിക്കാനൊരു സ്ഥലമുണ്ട്, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ദാ ഈ ഒരു ഐസ്ക്രീം ചേച്ചിയാണ്. ഈ ചേച്ചിയാണ് നമ്മൾ എന്ന് വന്നാലും ഈ ചേച്ചിയുടെ അവിടെ നിന്ന് സ്പെഷ്യലായിട്ട് ഒരു ഐസ്ക്രീം വാങ്ങിച്ച് കുടിക്കും. വേറൊന്നുമില്ല, കോണിലാണ് എല്ലാ ഫ്ലേവറും മിക്സ് ചെയ്ത് നമുക്ക് തരും. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തൊക്കെ തരാറുണ്ട്. സാധാരണ ഐസ്ക്രീമൊക്കെയാണ്, പക്ഷെ അത് തരുന്ന ഒരു സ്നേഹവും കുറച്ച് ക്വാണ്ടിറ്റിയൊക്കെ കൂടുതൽ തരും. ഒരു പ്രത്യേക ഒരു സ്നേഹത്തിലാണ്. ചക്ക ഐസ്ക്രീം, റെഡ് വെൽവെറ്റ്, ചോക്ലേറ്റ്, പിസ്ത, വാനില, ഏത് ഫ്ലേവർ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും ഇതുപോലെ കോണിൽ നിറച്ച് തരും. ചിലപ്പോൾ നമുക്ക് പരിചയമുള്ളത് കൊണ്ടായിരിക്കാം നമുക്ക് ഇഷ്ടംപോലെ തരുന്നത്. നമ്മൾ 3 പേരും ശരിക്കും ഒരു 50 രൂപ കൊടുക്കും, ശരിക്കും ഐസ്ക്രീം തരും. നിങ്ങളൊന്ന് അവിടെ പോയിട്ട് ചേച്ചിയുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കുക, ഇങ്ങനെ ഒരാൾ വന്ന് സ്ഥിരം കുടിക്കാറുണ്ട് എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. വേണമെങ്കിൽ ശംഖുമുഖത്ത് പോണ സമയത്ത് ഈ ചേച്ചീനെ മീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ തരും എന്നുള്ളത് ഉറപ്പാണ്. നല്ല സ്നേഹമുള്ള ചേച്ചിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചില്ലല്ലോ, അപ്പോൾ ഇക്ക നേരെ കൊണ്ടുവന്നു. ഇവിടെ പരുത്തിക്കുഴി കഴിഞ്ഞിട്ട് ഇവിടെ എവിടെയോ ആണ് ഒരു ഹോട്ടലിൽ കൊണ്ടുവന്നു. അവിടെ നിന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ തിരിച്ച് വീട്ടിൽ പോയി. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഒരു കുട്ടി വ്ളോഗാണ്, വളരെ ചെറിയ വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ വിട്ടു പോകണ്ട. അപ്പോൾ ശംഖുമുഖത്ത് പോകുകയാണെങ്കിൽ ചേച്ചിയെ കാണാമെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും ആ ഐസ്ക്രീം കുടിച്ചോ കുടിച്ചില്ലേ എന്നൊക്കെ. അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഐസ്ക്രീം കുടിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇത്. പ്രൊമോഷനൊന്നുമല്ല, ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് പറയുന്നതാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.